തലരിഞ്ഞു പോയി ഞാൻ. ഹലോ, ഇതെന്താ ഇതെന്താ? എടാ ഈ വണ്ടിക്കകത്ത് ഞാനുണ്ട്. ഹലോ ഗയ്സ്, ഈ മാപ്പ് കണ്ടോ നിങ്ങളാരെങ്കിലും? വണ്ടി ഇരിക്കുന്നത് എന്താ ഇതിന്റെ പ്രശ്നം? അണ്ണ ഇത് ഒരു സ്ഥലത്ത് വണ്ടി അടിക്കും, ഈ വണ്ടി ഒരു സ്ഥലത്ത് വണ്ടി അടിക്കുമ്പോ ഒരു പ്രശ്നം ഉണ്ടെണ്ണ. കാണിച്ചരാ അടിക്കട്ടെ എന്താ ഇതൊക്കെ? ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. എന്താ നീ പറഞ്ഞെങ്കിൽ മനസ്സിലായില്ല. അന്ന് ഈ വണ്ടി കൊണ്ട് ഒരു സ്ഥലത്ത് ഇടിക്കുമ്പോ ഇതിന് പ്രശ്നം ഉണ്ടണ്ട ഈ വണ്ടിക്ക്. എവിടെ ഇരിക്കും? കാണിച്ചരാ. കാണിച്ചേ. ഇവിടെ പറ്റത്തില്ല അണ്ണ, ഇത്തിരി സ്പീഡ് വേണം. എന്തോ മുമ്പിലാണെന്ന് തോന്നട്ടെ ഇവന്റെ. ഗ്യാങ് വണ്ടിയുടെ ഫ്രണ്ടിലൊന്നും പോയി ഇടിക്കല്ലേ. ഈ വണ്ടി പമ്പിലിരിക്കുമ്പോ പൊട്ടിത്തെറിക്കുന്ന പറയണ ആ കംപ്ലൈന്റ് ആണോ? അല്ലല്ല അണ്ണ, ഇത് കണ്ടില്ല, ഇവിടുന്ന് ഞാൻ നേരെ കൊണ്ട് ഇടിക്കും അണ്ണ. അപ്പൊ നോക്കിക്കോ, അതിലാ ഇതുമേ ഇവിടുന്ന് കൊണ്ട് ഇടിക്കട്ടാ. അതാരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് വേണേ അണ്ണ. മെല്ലെ പോകുന്നു. അല്ലേ, ചെറുതായിട്ട് ഇടിച്ചാലും മതി. ഇവിടെ തന്നെ ഇരിക്കണ ഡോമില്. ഹലോ, ഇറങ്ങി വണ്ടിന്ന് ഇറങ്ങി. കണ്ട തലരിഞ്ഞു പോയി ഞാൻ. ഹലോ ആര് തലതിരിഞ്ഞ? ഹലോ പോയില്ലേണോ? അടിച്ചു പോയോ അണ്ണാ? ഹലോ, എടാ പട്ടി കഴിവേറി. എന്റെ POV നോക്കടാ. ഹലോ, ഇതാരാ? അറബിയോ? ഇത് അറബിയല്ലേ? അത് അറബി കാട്ടറബി. ആ ഹലോ, ഹായ് ഹായ് ഹായ്. ഞാൻ സിറ്റിയില് പുതിയതാ. ഞാൻ കൊറേ ആയി ബ്രോനെ കാണാൻ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നു. ആണോ? അത് ശരി. വേറെന്തായിരുന്നു? ഷെയ്ഖ് തന്നെയാണോ പേര്? ആ, ഷെയ്ഖ് നൂമാൻ. ഷെയ്ഖ് നൂമാൻ. ഓ ഹായ് 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 ഹായ്. എത്ര നാളായി സിറ്റിയിൽ വന്നിട്ട്? ഞാനൊക്കെ 3 വീക്സ് ആവണുള്ളൂ. ഇതാരാ പുറകിലോ? ഹലോ, ഞാൻ അപ്പുകുട്ടൻ. തല തിരിഞ്ഞിരിക്കുന്നത്. അല്ല, ഇതാരാ എന്റെ ഡ്രസ് ഇട്ട് കിടക്കണേ? ആര്? നമ്മള് മാത്രമേ ഉള്ളൂ. ഹലോ അണ്ണ, 3 പേരുള്ളൂ. ഓക്കെ അല്ലേ? അണ്ണാ ഓക്കെ അല്ലേ? പറഞ്ഞു. ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്? 1-ാം തീയതി ഫ്രീ ആണോ? 1-ാം തീയതി ഇതുവരെ ഫ്രീ ആണ്. 1-ാം തീയതി എന്താ വെച്ചാല് ഞാന് ഞാന് ഇവിടെ ഒരു ബുർജൽ ഷേക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊണ്ടുവന്നു. ഇവിടെ എന്താ ബുർജ് ഖലീഫ വന്നു? അതെന്താ ഇരിക്കണേ? ബുർജ് ഖലീഫല്ലേ? ഞാൻ പണിതതാ ബുർജൽ. ഏത് ബുർജ് ഖലീഫ? നിങ്ങളാണോ പണിതേ? ഇങ്ങനെ ഒറ്റക്കൊക്കെ നടക്കുമ്പോ ആര് തട്ടിക്കൊണ്ടിരിക്കാൻ എന്ത് ചെയ്യും? ഇത്ര സത്യം അല്ല, എന്റെ അപ്പുറം ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് ആരും കണ്ടില്ല. ഇന്ന് സിറ്റിയില കേറിയിട്ടില്ല തോന്നുന്നുണ്ട്. നോക്കി കണ്ടൊക്കെ നടക്കണം കേട്ടോ, മനസ്സിലായോ? തട്ടിക്കൊള്ളു. ഞാൻ അതില് വാസണ്ടന് ഒരു റൂം റെഡി ആക്കിയിട്ടുണ്ട്. ബുർജ് ഖലീഫയിലോ? ബുർജൽ ഷേക്കില്. ഞാനേ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. എന്തോ കേട്ടില്ല. 1-ാം തീയതി ഇതിന്റെ ഇനാഗ്രേഷന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ വാസന ഉറപ്പായിട്ട് കാർലോ ഉണ്ടാവും. പിന്നെ അതേപോലെ നമ്മുടെ പഴയ സിറ്റിയിലെ
തൊപ്പിക്കാരല്ലേ MR സെറ്റ് ഓ ഓർമ്മയുണ്ട്. ആ പുള്ളി ഓ. പുള്ളി പിന്നെ നമ്മളെ കയോപെറിക്കോ ആ, 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 ആ. അത് ഞാൻ മൊത്തത്തില് വാങ്ങിയിരുന്നു മിസ്റ്റർ എക്സിന്റെ. എന്തപ്പാ ആ. ഈ സൈഡിലോട്ടൊന്നും മേടിക്കൂലല്ലോ. സത്യം. അവിടെ ചെറിയൊരു ഇതെന്താ സിറ്റിയില് ഫുള്ള് ഇപ്പൊ അവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട് നമുക്ക് അവിടെ. ഞാൻ കാര്യം പറഞ്ഞ ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, നിങ്ങളെ പോലെ മറ്റേ സാഗുരിനെ പോലെ ഒരു രണ്ടുപേരൂടെ വന്നാൽ ഈ സിറ്റിയിൽ ഇനി കളിക്കാൻ സ്ഥലമില്ല സിറ്റിസൺസിന്, ഗാങ്സിന്. സത്യം. നിങ്ങൾ ഈ പ്രൈവറ്റ് നോക്കി പബ്ലിക് എന്നാക്കുവാണെങ്കിൽ കുറച്ച് കുഴപ്പമില്ലായിരുന്നു. അതിനല്ലേ അപ്പാപ്പൻ പുതിയ മാപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കണ്. ഇവരെല്ലാരും ആ മാപ്പിൽ പോയി കളിക്കാൻ, മനസ്സിലായോ? ഇതൊക്കെ എന്തല്ലേ? ഈ കടല് നിങ്ങള് കടലില് ഒരു വീട് നോക്കുന്നുണ്ട് അണ്ടർഗ്രൗണ്ട്. ആ കയ്യോന്നറിയില്ല. കടലിലും പറ്റില്ല. കടല് വെട്ടിയിട്ട് ചെയ്യണം എന്നാ പറഞ്ഞ. ആ വള്ളം കയറാതൊക്കെ. നല്ലതാ. എന്തായാലും 1-ാം തീയതി ഞാൻ ഉറപ്പായിട്ട് ഫ്രീ ആണ്, ഞങ്ങൾ ഉറപ്പായിട്ട് വീട്ട് വരാം. ഓ ഓ കയ്യോപ്പെരിക്കോല ഒരു റിസോർട്ട് ഉണ്ട്. പിന്നെ ഇതിന്റെ ഇനാഗുറേഷൻ, ഓക്കെ. പിന്നെ ബുർച്ചടിച്ചേക്കിന്റെ, പിന്നെ അതേപോലെ ഇവിടെ ഒരു 2-3 എസ്റ്റേറ്റ് കൂടി. പിന്നെ ഞാൻ്റെ ഒരു മാൻഷൻ പണിയുന്നുണ്ട് കയോപെരിക്കോല്. അങ്ങോട്ടേക്ക് ഒരു പാലം വരും, ബൈ റോഡ് തന്നെ പോവാൻ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും അത് കാണാം. അപ്പൊ ഫ്രീ ആണെങ്കിൽ എന്തായാലും വരണം. ഉറപ്പായിട്ടും. സ്നേഹിപ്പേ, അപ്പാപ്പൻ കുറെ നേടുന്നുണ്ടല്ലോടാ. അപ്പാപ്പൻ ഇങ്ങനെ കൊണ്ട് നമ്മുടെ ഗ്യാങ്സ് ഒക്കെ ഒന്ന് ഓക്കെ 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 കാണാം. 1-ാം തീയതി കാണാം. 1-ാം തീയതി കാണാം. ഓക്കെ ഓക്കെ. ശരി ശരി ശരി. വാസന നമ്പർ ഓ തരാം. ഒരു സെക്കൻഡ്. ഞാൻ നിങ്ങൾക്ക് 3-ാക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. ഓ ഓക്കെ. എനിക്ക് കാണിക്കുന്നില്ല, അടുത്ത് നിന്നിട്ട് ഷെയർ ചെയ്യാനുള്ളത് കാണിക്കുന്നില്ല. ഓക്കെ എന്റെ ഷെയർ ചെയ്താ ഷെയർ നമ്പർ. നീ ഒന്ന് മാറി നടാ, ജസ്റ്റ് മാറി നടാ, നോക്കട്ടെ ഷെയർ ചെയ്യാൻ പറ്റുന്നു. ഇല്ല ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല ഏട്ടാ. 2 വെച്ചും പറ്റുന്നില്ല. 3333. ഓക്കെ സെറ്റ് 786 നമ്പർ കൊള്ളാല്ലേ. 786 മറ്റേ നമ്പർ ഓക്കെ സെറ്റ്. അപ്പൊ ശരി കാണാം. കാണാം. ഓക്കെ ശരി. അണ്ണനാരോ കാണാൻ പെട്രോൾ പമ്പിന്റെ ഫ്രണ്ട് വരാൻ. ഏത് പമ്പിന്റെ ഫ്രണ്ട്? പമ്പിന്റെ. നമ്മളാരും വരരുത്, അണ്ണൻ മാത്രം പോണെന്ന് പറഞ്ഞു. പെണ്ണായിരിക്കണേ. റെഡാണ് അണ്ണ കത്തി വെക്കുന്നത്. അത് നമ്മള് പൈസ ഇറക്കി ഉണ്ടാക്കിയതല്ലല്ലോടാ. അണ്ണൻ പോയിട്ടാ എവിടെ ആരാ? റെഡ് വണ്ടിയാ തോന്നുന്നു. ഇവിടെ ആരുമില്ല. ഇതെന്താ? ഇതെന്താ? ഹലോ എടാ, ഹലോ എനിക്ക് എനിക്കൊന്നും കാണുന്നില്ല. ഹലോ എടാ, ഈ വണ്ടിക്കകത്ത് ഞാനുണ്ട്. ഹലോ, നോ വെഹിക്കിൾ ഡേറ്റ ഫൗണ്ട്.
ഉണ്ടച്ചികളെ ഇതോ കാലിന്റെ എന്നൊന്ന് മാർക്കിട്ടെ നമ്മളവിടെ ഉണ്ടല്ലോ 8022 എത്തി ഞാൻ. അവിടെ ഉണ്ട് അണ്ണാ. മാപ്പിൽ ഒരു പടം കണ്ട അണ്ണന് കാണാവോ? മാപ്പില് പടോ? ആ അതെ കണ്ട് ഈ മാപ്പ് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? അതിന്റെ തുമ്പത്തായിട്ടില്ല നിക്കണേ. കേറി കേറി. Guys, ഈ മാപ്പ് കണ്ടോ നിങ്ങളാരെങ്കിലും? ഇതെന്താ ഇങ്ങനെ? വലിയൊരു സാരം നമ്മൾ ഇന്നലെ കണ്ടത് ഇതൊക്കെ അപ്പാപ്പന്റെ ഡെവലപ്മെന്റുകളാണ്, മനസ്സിലായ? അതെ രണ്ടുണ്ട്. ഞാൻ കൊച്ചിനെ കാര്യം കാണില്ല എനിക്ക്. ചാനലെല്ലാരും പറഞ്ഞത് കണ്ണാപ്പിയുടെ ഏരിയ ആണോ? അത് GTA ഡിഫോൾട്ട് ആണോ? ഇത് GTA ഡിഫോൾട്ട് ആണോ ശരിക്കും? ഇത് ഡിഫോൾട്ട് നമ്മള് കണ്ടിട്ടില്ല. ഞാനിത് ആദ്യമായിട്ടാ കാണണേ. ഞാനും ഇപ്പോഴാ കാണണേ. അത് റൈഡാ. അത് റൈഡാ. ശരിക്കും ദുഷിച്ച മനസ്സുള്ളവർക്ക് അത് വേറെ എന്തായിട്ട് തോന്നി. ഇത് ശരിക്കും റോളർ കോസ്റ്ററാ. റൈഡ് ചെയ്യാൻ പറ്റുമോ? ശരിയാ. മുച്ചിരി പ്ലേസ് മോബി കണക്ട് 83. നദീകരണ പൊക്കണ്ണ. രാത്രി എന്താ പരിപാടിയാണ്? ദൈവല്ലേ ഇറങ്ങിപ്പോയി. 83 ആരും ഇല്ലേ? മോബി കണക്ട് 85. 85. ഹലോ എടാ മോബി, ഞങ്ങക്ക് റെസ്ട്രിക്ഷൻ ഇല്ല. ഇപ്പൊ ഗ്യാരേഡിൽ കയറാൻ പറ്റൂല. നിനക്ക് ഗ്യാരേഡിൽ കയറാൻ പറ്റൂല. എന്റെ പുറകിൽ നടക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയോ ഗാംഗറേഡിൽ കയറാൻ പറ്റൂലെന്ന്. ഗാംഗ് റെസ്ട്രിക്ഷൻ ഉണ്ടോ? കയറാൻ പറ്റൂല. എടാ മുച്ചിറി ഹലോ എവിടെ ഉണ്ട്? ഞാൻ ടീഡിയും കളിക്കാൻ വന്നിനി. ചീടിയും കളിക്കാനോ? 1 മണിക്ക്. ആ 1 മണിയല്ലേ ആയിട്ടുള്ളൂ. എത്ര നേരം വരെ ടീഡിയും കളിക്കും? കുറച്ചു നേരം എന്ന് പറഞ്ഞാ 2 ദിവസം അതിലെ കേറി. നാളെ നിനക്ക് ക്ലാസ് ഇല്ല. അതെന്താ? നാളെ ചൊവ്വാഴ്ചയല്ലേ? അതല്ല ക്ലാസ് അടുത്ത കൊല്ലോ? പറഞ്ഞു ഈ കൊല്ലം പറഞ്ഞു വിട്ടണ്ട. ഈ കൊല്ലം പറഞ്ഞിട്ട് എവിടുന്ന്? സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ട്. നിന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടോ? നിന്നെ ഡിസ്റെസ്പെക്ട് ചെയ്തോ? സ്കൂളിൽ നിന്ന് ആര്? സ്കൂളില് സാറ് അതിന് നീ സ്കൂളിൽ നിന്ന് ഇറങ്ങി പോരുന്നോ? പിന്നെ അപ്പോഴത്തല്ലോ പറഞ്ഞു. അവ വീട്ടുകാരും പറഞ്ഞു അടുത്തോലെ ഭാഗത്ത് പഠിക്കാം. ഇവിടെ വീട്ടുകാര് പറഞ്ഞു അടുത്ത കൊല്ലം വേറെടുത്ത് പഠിക്കാന്ന്. വീട്ടുകാര് പറഞ്ഞു അടുത്ത കൊല്ലം വേറെടുത്ത് പഠിക്കാന്ന്. ആ അടുത്തോലെ വേറെ അടുത്ത് അങ്ങനെ ആക്കില്ലേ. എന്തെല്ലാം ആക്കിയേ? എന്തിനാ ബുൾഷിറ്റ് എന്ന് പറഞ്ഞേ? അത് പിന്നെ പറയാം. സാറിന് എന്തേലും പറഞ്ഞു. ഞാൻ പറഞ്ഞേ എടാ നീ ശരിക്കും എത്ര പഠിക്കണേ? +1 ഇക്കൊല്ലം പഠിക്കാൻ പറ്റൂല. അതാ പ്രശ്നം. അവര് വന്നിട്ട് എന്റെ അടുത്ത് പറയുവാ സാറ് എന്റെ അടുത്ത് മുടയിറക്കിന്ന്.
എടാ മോനെ, ഞാൻ നിന്റെ അടുത്തൊരു ഉപദേശമായിട്ട് നീ കരുതരുത്. എന്നാലും ഞാൻ നിന്നോട് പറയുക, ഈ കളയുന്ന ഒരു വർഷത്തിന് നീ പിന്നീട് ആലോചിച്ച് ദുഃഖിക്കും. അത് ശരിയില്ല. ഞാൻ കളഞ്ഞതാ ഒരു വർഷം, ഒരു കൊല്ലം ഒരു കൊല്ലം ഒക്കെ വലിയതാണെന്ന് നിനക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴേ തിരിച്ചറിവ് വരുള്ളൂ. അങ്ങനെ ഉണ്ടാവും. ഉറപ്പായിട്ടും. സിറ്റിയില് മൊത്തം ആൾക്കാരെ ഒക്കത്തൊക്കെ എടുത്ത് നടത്തണ ഇതെന്താ? എനിക്ക് മുതുകിലോട്ട് വരുന്നതേ ഇഷ്ടമല്ല ശ്രീപേ, സത്യം പറയാലോ. ഇവിടെ വരുന്ന കാണുമ്പോഴേ കുറെ കപ്പിൾസും കുറെ മറ്റേ ക്രിഞ്ച് ഡയലോഗുകളും. ഇത് മക്കളെ കോടി കളിക്കും ഇതൊക്കെ സത്യമായിട്ട് ഞാൻ ഗൈസ് സീരിയസ് ആയിട്ട് ഞാൻ പറയാം, ഒരു വർഷം വളയെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ സിമ്പിൾ അടുത്ത വർഷം പഠിക്കാന്നൊക്കെ. പക്ഷെ ഒരു വർഷം നമുക്ക് ഗ്യാങ്ഹൗസിൽ തന്നെ പോകണം. പോകുന്നത് ഭയങ്കര ഒരു ഇതാ. ഞാനൊരു വർഷം കളഞ്ഞതാ. ഞാൻ ഒരു വർഷം ഡിഗ്രിക്ക് BBA പഠിക്കാൻ പോയിട്ടാണ് ഞാൻ പിന്നീട് ഗ്രാഫിക് ഡിസൈൻ പഠിക്കാൻ പോയത്. നമുക്ക് വേറെ ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഞാൻ എല്ലാവർക്കും വരുമെന്ന് പറയല്ല, നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ പെട്ടെന്ന് സെറ്റിലപ്പ് ആയി രക്ഷപ്പെട്ടൊക്കെ പോകുന്നത് കാണുമ്പോൾ നമുക്കൊരു മൊമെന്റിൽ വരുമ്പോ നമുക്ക് ആ വിഷമം വരും. അന്നേരം നമ്മുടെ കൂടെ ഈ പറഞ്ഞ കൂട്ടുകാരും ആരും ഉണ്ടാവില്ല. നമ്മൾ നോക്കുമ്പോ നമ്മളോട് പഠിച്ചവരൊക്കെ രക്ഷപ്പെടുന്നു, കല്യാണം കഴിക്കണം, മറ്റേ ഇത് കഴിയണം, എല്ലാം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കിന് നമ്മുടെ മനസ്സിലൊരു തോട്ട് വരും. അതൊരു പർട്ടിക്കുലർ മൊമെന്റ് ആവുമ്പോ ഉണ്ട്. അത് ഇല്ലെന്നേ ഒരിക്കലും പറയത്തില്ല, അത് ഉറപ്പായിട്ടും ഉണ്ട്. വെരി ട്രൂ. ബട്ട് ദാറ്റ് ടേണിംഗ് പോയിന്റ്. ആ സമയത്ത് നമ്മൾ വർക്ക് ചെയ്താൽ നമ്മൾ രക്ഷപ്പെടാ. നമ്മളെ മനസ്സിലൊരു വാശിയും ഇതൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടണം എന്നൊക്കെ തോന്നിയാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ. ഞാൻ പറഞ്ഞ് നിങ്ങളെ വെറുതെ ഇതാക്കുന്നില്ല. ഇവിടെ ചില്ലൗട്ട്. കുറെ പേർക്ക് ഇങ്ങനെ ഇയർ ബാക്ക് ഒക്കെ ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അറിഞ്ഞുകൊണ്ടല്ലാതെ ആയിട്ടുള്ളവരൊന്നും അറിയാം. എവിടെ പോണേ? ഇഷ്ടം പോലെ കാറുണ്ട്. പെണ്ണില്ലെങ്കിലും ചിന്ന വീട് ചിന്ന വീട് കെട്ടാൻ പറ്റുമോ? അതെങ്ങനെ പെണ്ണില്ലാണ്ട് ചിന്ന വീട് കെട്ടാ? നിങ്ങൾ ആണുങ്ങളെയാണ് കൊണ്ടിരുന്നത്. അത് പറഞ്ഞപ്പോഴേ ഗൈസ്, ഞാൻ ക്രിക്കറ്റ് അക്കാഡമി ജോയിൻ ചെയ്തു ഗൈസ്. എന്റെ കൊച്ചിലത്തേക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറച്ച് ഇതൊക്കെ കൊണ്ടുപോകണമെന്നൊക്കെ. ഞാനിപ്പോ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഡെയിലി. നെറ്റ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഹാർഡ് ബോളില്, ലെതർ ബോളില് ടീമിൽ കളിക്കാൻ വേണ്ടിട്ടൊന്നും അല്ല, ഫിറ്റ്നസ് ഒക്കെ ഒന്ന് നേരെ വെക്കാൻ വേണ്ടിട്ട് ഇതൊക്കെയാണ്. നാട്ടിൽ വെക്കുമ്പോൾ ഉള്ള മെയിൻ പ്രശ്നം അതാണ്. എനിക്ക് പറയടാ